1.5 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയായ കൊല്ലം ഓലയിൽ കടവ് KSRTC സ്റ്റാൻഡ് പാലം തുറന്നു നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പൊതുമരാമത്ത് വകുപ്പും കൊല്ലം MLA M മുകേഷും ഒരു വശത്തും കിഫ്ബി മറ്റൊരു വശത്തും നിൽക്കുന്നതാണ് തുറക്കാത്തതിന് കാരണം. KSRTC ജംഗ്ഷൻ മുതൽ തോപ്പിൽ കടവ് വരെയുള്ള പാലത്തിനായിരുന്നു പദ്ധതി. ഇതിനിടയിൽ തേവള്ളി ഓലയിൽ കടവിലേക്കും പാലം എത്തുന്നുണ്ട്. എന്നാൽ പാലം തോപ്പിൽ കടവ് വരെ നീട്ടുന്നത് സംബന്ധിച്ച് കിഫ്ബിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിൽ തർക്കമായി. അതോടെ പാലത്തിന്റെ പണിയും സ്തംഭിച്ചു. പാലം തോപ്പിൽ കടവ് വരെ നീട്ടാതെ തുറന്നു കൊടുക്കാനാകില്ലെന്ന കൊല്ലം MLA M മുകേഷ് നിലപാട് സ്വീകരിച്ചതോടെ KSRTC ജംഗ്ഷൻ മുതൽ ഓലയിൽ കടവ് വരെ പൂർത്തിയാക്കിയ പാലം വെറുതെ കിടക്കുകയാണ്. പാലത്തിൽ ആരും കയറാതിരിക്കാൻ ബാരിക്കേഡുകൾ വെച്ച് മറച്ചിരിക്കുന്നു. രാത്രി സെക്യൂരിറ്റിയുമുണ്ട്. നാലാം ഘട്ടം പൂർത്തിയാക്കാൻ മാത്രമേ പാലത്തിന്റെ പൂർണ്ണ ഉദ്ദേശം നടപ്പിലാകൂ എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പണി പൂർത്തിയാക്കി സൈൻ ബോർഡുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും സ്ഥാപിച്ച KSRTC മുതൽ ഓലയിൽ കടവ് വരെയുള്ള പാലം എന്തുകൊണ്ട് തുറന്നു നൽകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരെ ചൊടിപ്പിക്കുന്നത്. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് യുവമോർച്ച. കിഫ്ബിയും MLA മുകേഷും തമ്മിലുള്ള തർക്കത്തിനെ തുടർന്നാണ് ഈ പാലം തുറക്കാത്തത്. കാരണം പാലം വന്ന് നിൽക്കുകയാണ്. ആ പാലത്തിൻ്റെ ഒരറ്റം വന്ന് നേരെ അഷ്ടമുടിക്കായലിനെ ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. അല്ലാതെ ആ പാലം ചെന്ന് പൂർണ്ണമായിട്ടും ഏത് സ്ഥലത്താണോ എത്തേണ്ടത് അവിടെ എത്താതെ അത് അഷ്ടമുടിക്കായലിലേക്ക് തന്നെ നിൽക്കുകയാണ്. അവിടെ കല്ല് കെട്ടി മറച്ചിരിക്കുകയാണ്. ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഈ പാലം തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഓലയിക്കടവ് വരെയുള്ള ഗതാഗത കുരുക്കിന് ഒരു പരിഹാരമുണ്ടാകും. ദൂരഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ചിന്നക്കടയിലെയും ഹൈസ്കൂൾ ജംഗ്ഷനിലെയും തിരക്കുകളിൽ പെടാതെ അഞ്ചാലുമൂട് ഭാഗത്തേക്ക് പെട്ടെന്ന് പോകാൻ കഴിയുന്ന പാലമാണ് വെറുതെ ഇട്ടിരിക്കുന്നത്. MLAയുടെ പിടിവാശിയോ കിഫ്ബിയുടെ താൽപ്പര്യങ്ങളോ ഇക്കാര്യത്തിൽ ബാധകമാകേണ്ടതില്ല. 100 കോടിയിലധികം വരുന്ന നികുതിപ്പണം ചെലവഴിച്ച് എല്ലാ പണിയും പൂർത്തിയാക്കിയ ശേഷം പാലം തുറന്നു നൽകാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ജനം, കൊല്ലം.